ഹലോ എവരിവൺ, ചെറിയൊരു യാത്രയിലാണ്. അപ്പോഴാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോയെ കുറിച്ച് ആലോചിച്ച്. അത് വേറെ ഒന്നല്ല, അൾട്രാ വയലറ്റിൻ്റെ ഷോക്ക് വേവ് എന്ന് പറഞ്ഞിട്ടുള്ള എൻഡ്യൂറോ ബൈക്കിനെ കുറിച്ച് കുറേ പേരിനോട് ചോദിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, ബുക്ക് ചെയ്താൽ കൊള്ളുമോ, അല്ലെങ്കിൽ ബുക്ക് ചെയ്താൽ നല്ലതായിരിക്കുമോ എന്നൊക്കെ. ഏറ്റവും ആദ്യത്തെ കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ഒരു കാറ്റഗറി ഓഫ് ബൈക്ക്, ഈ ഒരു ഫൺ എൻഡ്യൂറോ ടൈപ്പ് ആയിട്ടുള്ള ഇലക്ട്രിക് ബൈക്ക്, ഈ ബൈക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതുപോലുള്ള ബൈക്കിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ വളരെ ഡിമാൻഡാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, പല രാജ്യങ്ങളിലും പല മോട്ടോർ സൈക്കിൾ സെയിൽസും ഡൗൺ ആക്കാൻ സഹായിച്ചു എന്നല്ല, ഡൗൺ ആക്കിയത് ഇതുപോലുള്ള ചെറിയ ഇലക്ട്രിക് ബൈക്കുകളാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവാണ്. അതിനോടൊപ്പം തന്നെ ഇത് ഫണ്ണാണ് ഓടിക്കുന്നതിനായിട്ട്. നമുക്ക് വീല് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് റെക്ലെസ് ഒക്കെ ആയിട്ട് ഓടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ബൈക്കാണ് ഈ ഒരു കൈൻഡ് ഓഫ് ഈ ബൈക്ക്. അതുകൊണ്ട് ഇതൊരു ഫ്യൂച്ചർ ഡിമാൻഡ് ഇന്ത്യയിലും വരുത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അൾട്രാ വയലറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡും ഈ ഒരു വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അതും ഫസ്റ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് എത്ര 1.20 ലാക്ക് എന്തൊക്കെയാണ് പ്രൈസ് വരുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വേറൊരു ബ്രാൻഡ് ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, റോയൽ എൻഫീൽഡ് സ്റ്റാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിനോടൊപ്പം ടൈപ്പ് ചെയ്ത് C6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഒരു എൻഡ്യൂറോ ആയിട്ടുള്ള S6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഫ്യൂച്ചറിൽ ഇതൊരു ട്രെൻഡ് ആവുമെന്നുള്ളത് റോയൽ എൻഫീൽഡിന് അറിയാം. റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ റിലയബിലിറ്റി കുറവാണെങ്കിലും ട്രെൻഡിനനുസരിച്ച് കളിക്കാൻ അറിയുന്ന ഒരു ബ്രാൻഡാണ്. ഇനി ഷോക്ക് വേവ്, അൾട്രാ വയലറ്റിന്റെ ഷോക്ക് വേവ് ബുക്ക് ചെയ്യാൻ പോകുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോഴും ആ ഒരു ബ്രാൻഡിന്റെ പല കാര്യങ്ങളിലും ഹാപ്പി അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ഇപ്പോഴും ഒരു സ്റ്റാർട്ടപ്പ് പോലെയുള്ള ഒരു സെറ്റപ്പിലേക്ക് ആയിട്ടുള്ളൂ എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അവർ F77 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ കൊണ്ടുവന്നു, F99 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ കൊണ്ടുവന്നു. അത് കൂടുതലും റോഡ് ഓറിയന്റഡ് ആയിട്ടുള്ള മോഡലാണ്. ഇത് എൻഡ്യൂറോ ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത്രയും ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക്, 500 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക് അവർ തരുന്നുണ്ട്. അത് എത്രത്തോളം ആ ഒരു മോട്ടോർ സൈക്കിളിൽ ഡെലിവറി കൊടുക്കും, അത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് മനൂവർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമൊക്കെ ഓടിച്ച് കണ്ടാൽ മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ആ ഒരു ബ്രാൻഡിനെ ജഡ്ജ് ചെയ്യാനായിട്ടില്ല. അവർ ഇറക്കുന്ന പ്രൊഡക്റ്റ് 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും എന്നുള്ളത് ജഡ്ജ് ചെയ്യാനായിട്ട് സമയമായിട്ടില്ല. പ്രൊഡക്റ്റ് വന്ന് നമുക്ക് എത്രത്തോളം ആ ഒരു പവർ, ഈ പറയുന്ന ടോർക്കും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഡെലിവറി ചെയ്യുന്നുണ്ട്, സസ്പെൻഷൻ എത്രത്തോളം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും, പ്രത്യേകിച്ച് നോർമൽ ആയിട്ടുള്ള ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കണ്ടിട്ടുള്ളത്. അതിൽ കുറ്റമൊന്നുമില്ല, പക്ഷെ അത് എത്രത്തോളം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമെന്നുള്ളത് കണ്ടറിയാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാ.